നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിറ്റ് വിക്കറ്റായി പോകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്തിൻ്റെ ഓപ്പണിംഗ് ബാറ്ററായ സായ് സുദർശൻ വ്യക്തിഗത സ്കോർ 58 നിൽക്കുകയാണ് ഇന്നലെ ഹിറ്റ് വിക്കറ്റായി മടങ്ങുന്നത്. ഇതിന് മുന്നത്തെ ക്വാളിഫയർ 1-ലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ വ്യക്തിഗത സ്കോർ 14 നിൽക്കെ ജേക്കബ് ഡഫിയുടെ ബോളിലും ഇതുപോലെ ഹിറ്റ് വിക്കറ്റായി മടങ്ങിയതിന് പിന്നാലെയാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെതിരെ ആ ഒരു ഹിറ്റ് വിക്കറ്റ് പ്രകടനം സായ് സുദർശൻ്റെ ഭാഗത്തുനിന്ന് കണ്ടത്. ഇത് IPL 3-ാം തവണയാണ് സായ് സുദർശൻ ഹിറ്റ് വിക്കറ്റായി മടങ്ങുന്നത്. ഇതിനു മുമ്പ് മുംബൈക്കെതിരെ 2022 ഇതുപോലെ ഹിറ്റ് വിക്കറ്റായി മടങ്ങുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാറ്റ് കയ്യിൽ നിന്ന് പോണ ഒരു കളിക്കാർ വേറുള്ളത് ഋഷഭ് പന്താണ്. പക്ഷേ പുള്ളിയുടെ ബാറ്റ് കയ്യിൽ നിന്ന് പോയാലും സ്റ്റംപിലേക്കല്ല പോണേ, ബാക്കി ഫീൽഡിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കാണ് പോകാറ്. അപ്പോൾ സുദർശൻ്റെ കൈമ എന്തെങ്കിലും സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വയ്ക്കേണ്ടി വരുന്നു തോന്നുന്നു ബാറ്റ് കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഒരു പക്ഷേ 10 വിക്കറ്റ് ജയിക്കേണ്ട മത്സരമായിരുന്നു സായ് സുദർശൻ്റെ ഈ ഒരു ഹിറ്റ് വിക്കറ്റിലൂടെ ഗുജറാത്തിന് നഷ്ടമായിട്ട്. അപ്പുറത്ത് നോൺ സ്ട്രൈക്കിലുണ്ടായിരുന്ന ഗില്ലിൻ്റെ റിയാക്ഷനൊക്കെ കണ്ടതാണ്. മുട്ടുകുത്തിയൊന്ന് തലയിൽ കൈ വെച്ചാണ് ഗില്ല് നല്ല ആ ഒരു ദേഷ്യം പ്രകടിപ്പിച്ചത്. അപ്പോൾ അടുത്തത് ബാംഗ്ലൂരിനെതിരെയുള്ള ഫൈനലാണ്. ഫൈനലിലും ഇതുപോലെ ഒരു ഹിറ്റ് വിക്കറ്റായി മടങ്ങുകയാണെങ്കിൽ നോൺ സ്ട്രൈക്കിനെങ്കിലും ശുഭ്മാൻ ഗില്ലാണെങ്കിൽ സ്റ്റംപ് ഒരു തലക്കെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.